ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചർച്ച ചെയ്യണം സഭയിൽ എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇപ്പോൾ സർക്കാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. രാജ്യസഭയിൽ അത് ആവശ്യം തള്ളിയിരിക്കുന്നു. നോട്ടീസുകൾ രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. തുടർന്ന് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. അതിനുശേഷം രാജ്യസഭാ നടപടിക്രമങ്ങൾ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെക്കുകയും ചെയ്തു. നമ്മൾ ഈ വാർത്തയുടെ വിശദാംശത്തിലേക്ക് പോകുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇതൊരു വലിയ വിഷയമായി തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വരികയാണ്. പക്ഷേ സർക്കാർ ഈ കാര്യത്തിന് വഴങ്ങുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് രാജ്യസഭയിൽ സംഭവിച്ചത്? അനുജ, ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ചൂണ്ടിക്കാണിച്ച് ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചട്ടം 267 അനുസരിച്ച് കേരളത്തിൽ നിന്നുള്ള 4 പ്രതിപക്ഷ അംഗങ്ങൾ നോട്ടീസ് നൽകിയിരുന്നു ഇന്ന് രാജ്യസഭയിൽ. എന്നാൽ എല്ലാ നോട്ടീസുകളും രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് തള്ളുകയാണ് ഉണ്ടായത്. തുടർന്നാണ് പ്രതിപക്ഷം രാജ്യസഭയിൽ പ്രതിഷേധിച്ചത്. പ്രതിഷേധം കനത്തതോടെ രാജ്യസഭ ഉച്ചയ്ക്ക് 2 മണിവരെ പിരിക്കുകയാണ്. അതേസമയം പ്രതിഷേധം ശക്തമായി തന്നെ തുടരാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷ അംഗങ്ങൾ. കേരളത്തിൽ നിന്നുള്ള LDF UDF അംഗങ്ങൾ സംയുക്തമായി തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചത്. അതേസമയം സഭ സമ്മേളിക്കുന്നതിന് മുൻപായി സഭയ്ക്ക് പുറത്തായി സഭാ കവാടത്തിൽ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഉന്നയിച്ചുകൊണ്ട് UDF MPമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പാർലമെന്റ് കവാടത്തിൽ ഈ UDF MPമാർ ധർണ നടത്തിയത്. വിഷയം അതിശക്തമായി തന്നെ പാർലമെന്റിലും പുറത്തും ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉള്ളത്. അനുജ, രാജ്യസഭയിലാണ് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നടപടിക്രമങ്ങൾ 2 മണിവരെ നിർത്തിവെച്ചത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു ആവശ്യം. എന്നാൽ അടിയന്തര പ്രമേയ നോട്ടീസുകൾ രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളുകയായിരുന്നു.